ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ മെൽവിൻ ജോൺസിന്റെ 146ാമത് ജന്മദിനം ലയൺസ് ക്ലബ് എടത്വ ടൗൺ കാരുണ്യ ദിനമായി ആചരിച്ചു. വൈസ് പ്രസിഡന്റ് മോഡി കന്നേൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ മെൽവിൻ ജോൺസിന്റെ 146ാമത് ജന്മദിനം ലയൺസ് ക്ലബ് എടത്വ ടൗൺ കാരുണ്യ ദിനമായി ആചരിച്ചു. സ്നേഹവീടിനെ സംബന്ധിച്ച് സ്നേഹവീട് അഭയകേന്ദ്രം എന്നുള്ള ഈ സ്ഥാപനം വളരെ നിർധനരായിട്ടുള്ള അച്ഛന്മാർക്ക് വേണ്ടി തുടങ്ങി വച്ചൊരു സ്ഥാപനമാണ് അമ്പലപ്പുഴയിലെ ഈ സ്നേഹവീട്. മക്കളാലും ബന്ധുക്കളാലും ഒഴിവാക്കപ്പെട്ട, ഒരിക്കലും തിരിച്ചേറ്റെടുക്കില്ല എന്ന് അവർ വാശിയോടുകൂടി ഈ ഭൂമിയിലേക്ക് ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പുറത്താക്കിയ കുറച്ച് അച്ഛന്മാരെയാണ് നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോകുന്നത്. സ്നേഹവീടിനെ സംബന്ധിച്ച് ഈ അച്ഛന്മാരിവിടെ വരുമ്പം വളരെ മാനസികമായിട്ടായിക്കോട്ടെ ശാരീരികമായിട്ടാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടോടുകൂടി വിഷാദമടക്കമുള്ള പല രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നെത്തിയിട്ടുള്ളത്. പക്ഷേ സ്നേഹവീട് എന്ന ഈ സ്ഥാപനം ഒരു കുടുംബമായി മാത്രം നമ്മൾ പരിഗണിക്കുകയും ചെയ്തതിനാൽ ഇതൊരു വലിയ സ്ഥാപനത്തിൻ്റെ ചട്ടക്കൂടുകളോ മറ്റതുകൊണ്ട് വന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റത്തോടു കൂടിയാണ് ഇന്ന് സ്നേഹവീട്ടിലെ ഓരോ അച്ഛന്മാരും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് അവരെ നേരിട്ട് കാണുമ്പം തന്നെ അറിയാം അവരുടെ ആ ഉള്ളിലുള്ള വ്യത്യാസം. പണ്ട് നേരത്തെ കണ്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ആ വന്ന അവസ്ഥയിൽ നിന്നുണ്ടായ മാറ്റങ്ങൾ ഇവർ തന്നെ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുന്നതാണ്. ഏറ്റവും മുതിർന്ന വ്യക്തിയായിട്ടുള്ള സ്ഥാപകനായിട്ടുള്ള മെൽവിൻ ജോൺസൺ സാറിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഏറ്റവും ലളിതമായ രീതിയിൽ ബഹുമാനപ്പെട്ട പിതാക്കന്മാരോടൊപ്പമാണ്. ഇന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് വളരെ അഭിമാനം മാത്രമാണ്. കാരണം വലിയൊരാഘോഷം നടത്തുന്നതിന് ബുദ്ധിമുട്ടുള്ള സംഘടനയൊന്നുമല്ല ലയൺസ്. പക്ഷേ ഏറ്റവും ലളിതമായിട്ട് ഇത് തുടങ്ങിയപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട ലയൺ മെൽവിൻ ജോൺ സാറ് കണ്ട ചിന്ത തന്നെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും പാവപ്പെട്ട ആളുകളിലേക്ക് നമ്മളെപ്പോലെയുള്ള ആളുകളെ എത്തിച്ചേർന്ന് അവർക്കൊപ്പം എത്തുകയും അവരെ നമ്മുടെ ഒപ്പം എത്തിച്ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ജന്മദിനാഘോഷം ഇങ്ങനെ ഒരു സ്നേഹവീടിൽ ഒരു അഗതി മന്ദിരത്തിൽ നടത്താൻ തീരുമാനമെടുത്ത അതിന് സുശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ജോൺ സാറിനും സെക്രട്ടറി ബിന്മാജി സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അമ്പലപ്പുഴ സ്നേഹവീട് അഭയകേന്ദ്രത്തിൽ നടന്ന സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മോഡി കന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. മെമ്പർഷിപ്പ് കോർഡിനേറ്റർ വിൻസെന്റ് ജോസഫ് കടുമത്തിൽ മുഖ്യ സന്ദേശം നൽകി. വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയ ക്ലബ്ബിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ ഗോകുൽ അനിൽകുമാറിനെയും സ്നേഹവീട് ഡയറക്ടർ ആരിഫ് അടൂരിനെയും ബിൽബി മാത്യു കണ്ടത്തിൽ അനുമോദിച്ചു. സ്നേഹവിരുന്നിനുള്ള തുക സർവീസ് ചെയർപേഴ്സൺ ഷേർലി അനിൽ സ്നേഹവീട് വയോജന പരിപാലന കേന്ദ്രം അധികൃതർക്ക് കൈമാറി. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റർ കെ ജയചന്ദ്രൻ, ശോഭ രവി, സജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. എടത്വ ടൗൺ ലയൺസ് ക്ലബ് ഭാരവാഹികളെ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കടാചലം, റീജിയണൽ ചെയർമാൻ ജേക്കബ് ടി നീണ്ടിശ്ശേരി, സോൺ ചെയർമാൻ സുരേഷ് ബാബു എന്നിവർ ചേർന്ന് അഭിനന്ദിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.